ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ക്രിസ്തുമസ് കഴിഞ്ഞു വരുന്ന ആദ്യ ഞായർ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളായി നാം ആഘോഷിക്കുന്നു. ലൂക്ക 2-ാം അധ്യായം 22 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് വചനഭാഗം. ഈ വചനഭാഗത്തെ സംബന്ധിക്കുന്ന ഒരു ലഘു വ്യാഖ്യാനം നൽകുകയാണ്. ഭക്തരായ മാതാപിതാക്കൾ കുഞ്ഞിൻ്റെ ജനനശേഷം ദേവാലയം സന്ദർശിക്കുക പതിവായിരുന്നു. ഈ സന്ദർഭത്തിൽ 2 കാര്യങ്ങളാണ് അവർ നിർവഹിച്ചിരുന്നത്. ഒന്ന്, ആദ്യജാതന്റെ വീണ്ടെടുക്കൽ. 2, അമ്മയുടെ ശുദ്ധീകരണം. പുറപ്പാടിന്റെ ഓർമ്മയെന്നോണം ആദ്യജാതരെല്ലാം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരാണ്. സമർപ്പിക്കപ്പെട്ട ആദ്യജാതരെ വീണ്ടെടുക്കേണ്ടി വരുന്നു. വില കൊടുത്ത് തിരികെ വാങ്ങുന്നു. അതിനായി നൽകേണ്ടി വരുന്ന വില 5 വെള്ളി നാണയങ്ങൾ ആയിരുന്നു. ലൂക്കാ സുവിശേഷകൻ യേശുവിനെ ജെറുസലേം ദേവാലയത്തിൽ സമർപ്പിക്കുന്നതായി രേഖപ്പെടുത്തുന്നെങ്കിലും വീണ്ടെടുപ്പിനെ കുറിച്ച് സൂചന നൽകുന്നില്ല. ആൺകുട്ടിയുടെ ജനനശേഷം അമ്മ ആചാരപ്രകാരം 7 ദിവസം അശുദ്ധയായി കണക്കാക്കപ്പെടുന്നു. ആയതിനാൽ 33 ദിവസം ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു. പെൺകുഞ്ഞിനാണ് ജന്മം നൽകുന്നതെങ്കിൽ ശുദ്ധീകരണത്തിന്റെ നാളുകൾ ഇരട്ടിയാണ്. ലേവ്യർ 12:1-5 വരെ. ഇക്കാലം അത്രയും അവൾക്ക് ദേവാലയത്തിൽ പ്രവേശിക്കുവാനോ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുവാനോ അവകാശമുണ്ടായിരുന്നില്ല. നിശ്ചിത കാലയളവിന് ശേഷം 40 അഥവാ 80 ദിവസങ്ങൾക്ക് ശേഷം ദേവാലയത്തിലെത്തി ശുദ്ധീകരണത്തിന്റെ അടയാളമായി ഒരാടിനൊപ്പം ഒരു പ്രാവിനെയോ ഒരു ചെങ്ങാലിയെയോ കാഴ്ചവെക്കണം. ആടിനെ കാഴ്ചവെക്കാൻ തക്ക ശേഷിയില്ലാത്തവർക്കാകട്ടെ 2 പ്രാവുകളെയോ 2 ചെങ്ങാലികളെയോ കാഴ്ചവെക്കാൻ നിയമം അനുവദിച്ചിരുന്നു. മറിയം തൻ്റെ ശുദ്ധീകരണത്തിനായി കാഴ്ച അർപ്പിക്കുന്നത് 1 ജോഡി ചെങ്ങാലികളെയും പ്രാവുകളെയുമാണെന്ന് ലൂക്ക രേഖപ്പെടുത്തുന്നു. ഇതിലൂടെ യേശുവിൻ്റെ ജനനം ഒരു നിർധന കുടുംബത്തിലാണെന്ന് സുവിശേഷകൻ ചൂണ്ടിക്കാട്ടുന്നു. തിരുക്കുടുംബത്തിന്റെ ദേവാലയ അനുഷ്ഠാന വേളയിൽ ലൂക്കാ സുവിശേഷകൻ ദൈവഭക്തരായ ശിമയോന്റെയും അന്നയുടെയും സാക്ഷ്യപ്പെടുത്തൽ വിവരിക്കുന്നു. ആത്മാവിനാൽ നിറഞ്ഞ ശിമയോന്റെ സാക്ഷ്യപ്പെടുത്തലിൽ ആശീർവാദത്തിന്റെ 2 മുഖങ്ങളുണ്ട്. ഒന്ന്, ശിശുവിനെ സംബന്ധിക്കുന്നത്. പാരമ്പര്യമായി ഈ പ്രാർത്ഥന രാത്രി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരുസഭ. 2, അമ്മയെ സംബന്ധിക്കുന്നത്. ശിശുവിനെ സംബന്ധിക്കുന്ന സാക്ഷ്യപ്പെടുത്തലിൽ വാഗ്ദത്ത രക്ഷകനും വിജാതീയരുടെ പ്രകാശവും ഇസ്രായേലിന്റെ മഹിമയും യേശുവാണെന്ന് ശിമയോൻ വെളിപ്പെടുത്തുന്നു. അമ്മയെ സംബന്ധിക്കുന്ന സാക്ഷ്യപ്പെടുത്തലിന്റെ ആദ്യ ഭാഗത്ത് യേശു എന്തിൻ്റെയൊക്കെ അടയാളമാകുന്നു എന്ന സൂചന നൽകുന്നുണ്ട്. അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയും അനേകരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഹേതുവായി തീരുകയും ചെയ്യുന്ന വിവാദ വിഷയമായി ശിശു മാറും എന്ന സൂചന ഇവിടെയുണ്ട്. 2-ാം ഭാഗത്ത് മാതാവ് കടന്നു പോകേണ്ടി വരുന്ന കഠിന അനുഭവത്തിന്റെ സൂചനയാണ് ലഭിക്കുന്നത്. യേശു അനുഭവിക്കേണ്ടി വരുന്ന തിരസ്കരണത്തിന്റെയും യേശുവിനെ പ്രതി സംജാതമാകാനിരിക്കുന്ന ഇസ്രായേലിന്റെ വിഭജനത്തെ പ്രതിയുള്ള കഠിന അനുഭവം ഇവിടെ കാണുന്നുണ്ട്. അന്നയുടെ സാക്ഷ്യത്തിൽ യേശുവിലൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന
രക്ഷാകര രഹസ്യം അനേകരോട് പങ്കുവെക്കുന്നതായി കാണാം. അപ്രകാരം ഭക്തരായ ശിമയോനും അന്നയും അനേകരുടെ രക്ഷ യേശുവിലൂടെയാണെന്ന് ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. സമർപ്പണ ശുദ്ധീകരണ അനുഷ്ഠാനത്തിന് ശേഷം തിരുക്കുടുംബം നസ്രത്തിലേക്ക് മടങ്ങുന്നു. അവിടെ മാതാപിതാക്കളുടെ പരിപാലനയിൽ ശിശു വളരുകയാണ്. അവിടെ കുടുംബത്തിന്റെ തണലിൽ ശിശു ജ്ഞാനവും കൃപയും ദൈവത്തിൽ നിന്ന് ആർജിച്ച് വളരുന്നു. വിസ്ഡം ആൻഡ് ഗ്രേസ്. ലൂക്കാ സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം, കൃപ എന്നീ പദങ്ങൾ ഏറെ സ്വാധീനമുള്ളതായി തീരുന്നു. ഈ രണ്ട് പദങ്ങൾ മറ്റു സുവിശേഷങ്ങളെ അപേക്ഷിച്ച് ലൂക്കാ സുവിശേഷത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. മത്തായി, മർക്കോസ് എന്നീ സുവിശേഷകന്മാർ കൃപ എന്ന പദം ഉപയോഗിക്കുന്നേ ഇല്ല. ലൂക്ക ഈ രണ്ട് പദങ്ങളും യേശുവിൻ്റെ സവിശേഷ ഗുണങ്ങളായി ഉപയോഗിക്കുന്നുണ്ട്. ജ്ഞാനം യേശുവിൻ്റെ വളർച്ചയെ കാണിക്കുന്നു. യേശു ദൈവത്തിൻ്റെ ജ്ഞാനം പ്രഘോഷിച്ചുവെന്ന് ലൂക്ക പിന്നീട് രേഖപ്പെടുത്തുന്നുണ്ട്. 11:49. തൻ്റെ ശിഷ്യരുടെ മേൽ യേശു ജ്ഞാനം വർഷിച്ചതായും സുവിശേഷത്തിൽ നാം കാണുന്നു. 21:15. സ്വദേശത്ത് തൻ്റെ ജനങ്ങളോട് കൃപാവചസ്സുകൾ യേശു പങ്കുവച്ചു. 4:22. ദേവാലയ സമർപ്പണത്തിലൂടെ പാത്രീഭവിക്കുന്ന ദൈവജ്ഞാനവും ദൈവകൃപയും പരസ്യജീവിത കാലത്തിലുടനീളം അനേകരിൽ യേശു ചൊരിഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വാസസ്ഥലത്ത് ദേവാലയത്തിൽ ശിശുവായ യേശു സമർപ്പിക്കപ്പെടുന്നു. ശിശുവിന് അവിടെ വെച്ച് ഒരു ദൗത്യം നൽകപ്പെടുകയാണ്. ഒരു ശിശുവിലൂടെ ദൈവം ലോകത്തിന് സുവാർത്ത നൽകുന്നു. ശിശുവിൻ്റെ കുടുംബവും അവിടെ ഉണ്ടായിരുന്നവരും അവരോടൊപ്പം ലോകം മുഴുവനും ദൈവത്തിൻ്റെ സാന്നിധ്യം ദർശിച്ചു. അങ്ങനെ തിരുപ്പിറവിയുടെ ചൈതന്യം വ്യാപിക്കുകയാണ്. ക്രിസ്തു നമ്മോട് അടുത്തിരിക്കുന്നിടത്തോളം കാലം ആ ചൈതന്യം ശക്തമാകുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.